ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂന്നാർ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് റിപ്പിൾ വാട്ടർഫോൾസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ പ്രമുഖ ട്രക്കിംഗ് പോയിന്റുകളിൽ ഒന്നായ പൊന്മുടി തൂക്കുപാലമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പൊന്മുടി ഡാമിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് ആ വഴിയല്ല പോകേണ്ടത്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. ഞാൻ ആകെ ഒരു പ്രാവശ്യമേ ഈ വഴി വന്നിട്ടുള്ളൂ. അത് നല്ല മഴക്കാലമായതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി കാഴ്ചകളൊന്നും കാണാനായി സാധിച്ചിരുന്നില്ല. ഇന്ന് എന്തായാലും കുറച്ച് സമയം തൂക്കുപാലത്തിൽ ചിലവഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിന് അരികെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് അവിടെ എത്തിയത്. പക്ഷേ രാവിലെ ആണെങ്കിൽ കൂടിയും അത്യാവശ്യം ആളുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. പൊന്മുടി രാജാക്കാട് റോഡിൽ അണക്കെട്ടിന് താഴ്ഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒട്ടേറെ സിനിമകളുടെയും ആൽബങ്ങളുടെയും ഒക്കെ ഒരു സ്ഥിരം ചിത്രീകരണ സ്ഥലം കൂടിയാണിത്. 1950കളിൽ ഡാമിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇത് പണിതത്. അധികം ആൾത്തിരക്കില്ലാത്ത മലയടിവാരത്ത് പുഴയിൽ നിന്നും 100 അടിയോളം ഉയരത്തിലാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. ഇതിനെ താങ്ങി നിർത്തുന്നതാണെങ്കിൽ 2 കൂറ്റൻ ഉരുക്ക് വടങ്ങളും. ഈ തൂക്കുപാലത്തിന് അടിഭാഗത്തായി ഒരു പുഴ ഒഴുകുന്നുണ്ട്. പക്ഷേ മഴയില്ലാത്തതുകൊണ്ട് പുഴയിൽ തീരെ വെള്ളമില്ല. എല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. തൂക്കുപാലം എത്തുന്നതിന് കുറച്ച് മുന്നായി നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. പക്ഷെ അവിടെ കാട് മൂടി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി ഒരു കാരണമുണ്ട്. അത് എന്താണെന്നല്ലേ ഞാൻ പറയാം. പൊന്മുടി ഡാമിൻ്റെ നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുക്കളുമായി എറണാകുളം ജില്ലയിൽ നിന്നും മല കയറി വരുന്ന വാഹനങ്ങൾ പന്നിയാർ പുഴ അക്കരെ എത്തിക്കുവാൻ ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ചതാണ് ഈ അടിത്തൂണുകളില്ലാത്ത ഈ തൂക്കുപാലം. ഇടുക്കി ജില്ലയിൽ നിരവധി തൂക്കുപാലങ്ങൾ ഉണ്ടെങ്കിലും വാഹനം കയറ്റാവുന്ന ഏക തൂക്കുപാലം ഇതാണ്. ആദ്യകാലത്ത് തടി പലക വിരിച്ചിരുന്ന പാലമായിരുന്നു ഇത്. പിന്നീട് പലകകൾ ദ്രവിച്ച് പാലം അപകടാവസ്ഥയിൽ ആയതോടെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ PWD ഏറ്റെടുത്ത് തകിട് വിരിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പൊന്മുടി ഡാമിലേക്ക് തിരിക്കുകയാണ്. ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് പൊന്മുടി ഡാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാവുന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ മറക്കാതെ കാണണേ.